മാല പാർവതി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി മാല പാർവതി, സിദ്ദിഖ് താരസംഘടനയായ എംഎംഎയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. താങ്കളുടെ ആദ്യ പ്രതികരണം? ധാർമ്മികമായ ഒരു തീരുമാനമാണ്, ഉചിതമായ തീരുമാനമാണ്. ഒരു പെൺകുട്ടി വന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ കാര്യം പറഞ്ഞു അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മാറി നിൽക്കുന്നത് വളരെ ഉചിതമായ തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ സിദ്ദിഖിന്റെ മാത്രമല്ല, രഞ്ജിത്തിന്റെ കാര്യം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സമാനമായ രീതി തന്നെ അവിടെയും വേണ്ടതല്ലേ? സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ഒരു സമ്മർദ്ദം കൂടിയുണ്ട്. ഉടൻ തന്നെ രാജി ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ആ യുവനടി കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിനെക്കുറിച്ചും താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അത് കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? 2019 ഈ കുട്ടി ഇത് പറഞ്ഞതാണ്. അന്ന് എല്ലാവരും സത്യം ചെയ്യുകയാണ് ചെയ്തത്. ഈ വിളമാരൊക്കെ ഇങ്ങനെ കുറെ എണ്ണ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകളാണ് ഞാൻ ആ സമയത്ത് കേട്ടിരുന്നത്. ഇതൊക്കെ വലിയ കള്ളമാണെന്നും ഒരു പൊതുസമൂഹത്തില് മാന്യമായി നിൽക്കുന്നവരെ ആക്ഷേപിക്കാനായി കുറെ സ്ത്രീകൾ ഇറങ്ങും എന്നുള്ളതാണ് അന്നൊക്കെ കേട്ടിരുന്നത്. പക്ഷേ മകപതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളുടെ നിതാന്തമായ പരിശ്രമത്തിന്റെയും ഭാഗമായിട്ട് സമൂഹത്തിന്റെ നിലപാടുകളിൽ, ആലോചനകളിലൊക്കെ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞത് വലിയ ആശാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ മറ്റ് മേഖലകളിൽ ഇതുപോലെ കഷ്ടപ്പെട്ട് സെക്ഷൽ ഫേവേഴ്സ് കൊടുക്കേണ്ടി വന്ന് ഒക്കെ ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം സ്ത്രീകൾക്ക് ഇത് വലിയ ഒരു ആശ്വാസമാവുന്നതും പുതിയ ഒരു കേരളം ഉണ്ടായി വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ സമാഗതി റിപ്പോർട്ടിന്റെ ഭാഗമായിരുന്നു എഡ്യൂക്കേഷണൽ മേഖലകളിൽ സീറോ ജെൻഡറിന്റെ ഒരു പഠനമാണ് അവിടെ നടന്നിരുന്നത്. അപ്പൊ ആ സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ അവിടെ നടക്കുന്ന ചൂഷണങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. പക്ഷെ ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല, അതിന് ആക്ഷൻ ഉണ്ടായില്ല. അപ്പൊ പിന്നെ അവിടെ PhD എടുക്കാൻ വരുന്ന പെൺകുട്ടികളുടെ പോലും ഗൈഡുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട്. അപ്പൊ അതെല്ലാം തന്നെ എല്ലാ മേഖലകളിലെയും പെൺകുട്ടികൾ വന്ന് തുറന്ന് സംസാരിക്കുകയും കുറച്ചും കൂടി സ്വതന്ത്രമായ, അരക്ഷിതമല്ലാത്ത, കുറച്ചും കൂടി ഇഫക്റ്റീവായ ഒരു സമൂഹമായിട്ട് ആണും പെണ്ണും ചേർന്ന് ജോലി ചെയ്യുന്ന കുറച്ചും കൂടി ഒരു കാര്യശേഷിയുള്ള, കഴിവുള്ള ഒരു കേരളം ഉണ്ടായി വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പലതരത്തിലും ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലൊക്കെ ഉണ്ടാകുന്നല്ലോ മാല പാർവതി. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഉൾപ്പെടെ മാതൃഭൂമി ന്യൂസ് ഒക്കെ മുന്നിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ. 2016 ഈ യുവനടിയുടെ പ്രശ്നം വരുന്നത്. 2019 അവർ സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചത് എന്ന് തോന്നുന്നു. അതിനുശേഷം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്ന ഒരാളാണ്. വർഷങ്ങൾക്ക് ശേഷം എന്നുകൂടി ഓർക്കണം. അപ്പോൾ പണ്ടത്തെ ആ ഒരു ഭയം അതെല്ലാം മാറുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടോ? കേൾക്കുന്നുണ്ടോ? എന്തോ പറയുന്നുണ്ടോന്നാ? ഹലോ, മാറുമായിരിക്കും ഞാൻ പറഞ്ഞത്. ഓ ശരി ശരി, തീർച്ചയായിട്ടും. എന്തായാലും വളരെ നന്ദി ശ്രീമതി മാല പാർവതി പ്രതികരിച്ചതിന്.